ഞാൻ റബ്ബറും കായ അവിടെ നിറയെ വീട് കിടക്കണപ്പോഴേ ഞാൻ പണ്ടത്തെ കാലം ഒന്ന് ആലോചിച്ചതാണേ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഇങ്ങനെ റബ്ബറും കായൊക്കെ പറിച്ച് നമ്മളിങ്ങനെ കവളത്തൊക്കെ വയ്ക്കില്ലേ. സോറി കേട്ടോ, സോറി. ഈ കായാണ് കേട്ടോ ഇപ്പൊ ഞാൻ അനന്തുവിന്റെ കവിളിൽ ഉരച്ചു വെച്ചത്. നന്നായിട്ട് അവന് പൊള്ളി. ഇത് നമ്മുടെ റബ്ബറും കായാണ് കേട്ടോ. ഈ കായൊക്കെ നമ്മളൊരു വേനൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇതിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞിന്റെ കായൊക്കെ ഉണങ്ങി കറക്റ്റ് പാകമായിട്ട് അത് പൊട്ടി താഴെ വീഴുന്നത്. അപ്പൊ ഇതിന്റെ തൊലി ഉണ്ടാവും, ഈ കായും ഉണ്ടാവും. അത് പൊട്ടി വീഴുന്ന സൗണ്ട് തന്നെ രസമാണ്. നിറയെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടക്ക് 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 എന്ന് പറഞ്ഞ് പൊട്ടി എല്ലാ ഏരിയയിലും ഇങ്ങനെ പൊട്ടും. ഭയങ്കര രസമാണ് അതിന്റെ സൗണ്ടും കേൾക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ എന്നാ ചെയ്യും, നമ്മുടെ കുസൃതി പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ബാക്കിൽ ഇരുന്നിട്ട് ഇത് ഇങ്ങനെ ടീച്ചർ അവിടെ പഠിപ്പിക്കുമായിരിക്കും, കുറച്ച് ഫ്രണ്ട് ഇരിക്കുന്ന പിള്ളേരുടെ കയ്യിലും അവളത്തും കൊണ്ടുവയ്ക്കും. അപ്പൊ മൊത്തത്തിലാകെ സീനാവും. അതുപോലെ നമുക്ക് കുസൃതി മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ട് എന്താണ് നമ്മൾ പടിഞ്ഞാറൻ മേഖലകളിൽ അല്ലെങ്കിൽ തീരദേശ മേഖലകളിലൊക്കെ നമ്മുടെ പുന്നയ്ക്ക അല്ലെങ്കിൽ ഒതളങ്ങയൊക്കെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നെങ്കിൽ മധ്യ തിരുവിതാംകൂർ ഭാഗത്തെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു ഈ റബ്ബറും കായ എന്ന് പറയുന്നത്. അപ്പൊ ഈ കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വെള്ള ഇതുണ്ടാവും, അത് എണ്ണയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊരു നല്ല വരുമാന മാർഗ്ഗവും കൂടിയായിരുന്നു മധ്യ തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്ക്. അത് കൂടാതെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിന്റെ ഈ കായും അതേപോലെ തന്നെ ഈ തൊലി ഉണ്ടോ, ഞാൻ ഇവിടുന്ന് പെറുക്കി വെച്ചതാണ്. ഈ കായ് ഇതിനകത്താണ് ഇരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ പൊട്ടി വീഴുന്നത്. ഭയങ്കര സൗണ്ടും ആയിരിക്കും ഇത് പൊട്ടി വീഴുമ്പോൾ. അപ്പൊ ഈ തൊലി നമ്മൾ പെറുക്കി എടുത്തു കഴിഞ്ഞാൽ അടുപ്പിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിരട്ടയൊക്കെ കത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി കത്തും. ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലും അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു വിറക് കത്തിച്ച് അടുപ്പിൽ ചായ വയ്ക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നേർ പകുതി സമയം മതിയാകും ഈ ഒരു സാധനം വിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ. അത്രയും ഹെവി ചൂടാണ് ഇതിൻ്റെ ഈ റബ്ബറും കായുടെ തൊലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റബ്ബറിൻ്റെ കായുടെ തൊലി മാത്രമല്ല, റബ്ബറിൻ്റെ തടിക്കുമൊക്കെ അത്യാവശ്യം നല്ല ചൂടാണ്. നിന്ന് കത്തുന്ന തടികളാണ് ഈ റബ്ബറിൻ്റെ തടിയൊക്കെ. അതുപോലെ തന്നെയാണ് ഇതും. ഞങ്ങളൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴികളിൽ സൈഡുകളിലൊക്കെ മൊത്തം റബ്ബർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കായൊക്കെ ഈ ഒരു വേനൽ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇലയും പൊഴിഞ്ഞ് അതിൻ്റെ കായൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നിറയെ റോഡിൽ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ വിറകൊക്കെ അന്ന് വിറകിനൊക്കെ നല്ല ക്ഷാമമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ കൂട്ടുകാരൊക്കെ എന്നായും അന്നൊക്കെ മറ്റേ ഒന്നില്ലെങ്കിൽ കയ്യിലായിരിക്കും പുസ്തകം പിടിക്കുക, അല്ലെങ്കിൽ കിറ്റിലായിരിക്കും കവറിലായിരിക്കും പുസ്തകം കൊണ്ടുവരിക, ഇല്ലെങ്കിൽ അലുമിനിയം പെട്ടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ ഈ ഇത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് അതിനകത്തൊരു കവറൊക്കെ കരുതിയായിരിക്കും വരുന്നത്. നമ്മളും കൂടി നമ്മളെല്ലാവരും കൂടി ഇത് ഒരു കിറ്റൊക്കെ നിറച്ച് ഇതൊക്കെ പെറുക്കി വീട്ടിലേക്ക് കൊടുത്തു വിടും. അതേപോലെ തന്നെയാണ് പണ്ട് നെല്ല് പുഴുങ്ങാനൊക്കെ ആണെങ്കിലും ഇതിന്റെ കായ് ഉപയോഗിക്കരുത്. കാരണം പെട്ടെന്ന് തിളച്ച് വേകാൻ വേണ്ടിയിട്ട് ആവി പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ റബ്ബറൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള മെഷീനാണ് ഈ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലെ ഇങ്ങനെ ജസ്റ്റ് പോയപ്പോഴത്തേക്ക് ഈ കായും കൂടെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.